വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കൊറോണയിൽ ഏറ്റവും നിർണായകമായിരിക്കുകയാണ് UAE-യുടെ ഈ കണ്ടുപിടുത്തം. 5 മിനിറ്റിനകം കോവിഡ് പരിശോധിക്കാവുന്ന മൊബൈൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ 4 എമിറേറ്റിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകൾക്ക് പുറമെ അബുദാബി എമിറേറ്റിന്റെ ഭാഗമായ അൽഐൻ, അൽദഫ്ര ഭാഗങ്ങളിലുമാണ് പുതിയ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. 10 ദിവസത്തിനകം പുതിയ പരിശോധനാ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കാൻ അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിടുകയും ചെയ്തു. അബുദാബി സായിദ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം തുറന്ന പുതിയ കോവിഡ് സെന്ററിന്റെ പ്രതികരണത്തെ തുടർന്നാണ് കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദുബായ്, ഷാർജ കേന്ദ്രത്തിന്റെ ആനുകൂല്യം അജ്മാൻ, ഉമ്മുഖുവൈനിൽ എമിറേറ്റിലുള്ളവർക്കും പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ എല്ലാ എമിറേറ്റിലുള്ളവർക്കും ഈ സൗകര്യം ലഭ്യമാകുന്നതായിരിക്കും. UAE-യിലെ സ്വദേശികൾക്കും വിദേശികൾക്കും എളുപ്പത്തിൽ കോവിഡ് പരിശോധിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത്. ലളിതമായി കോവിഡ് ടെസ്റ്റിന് സൗകര്യമൊരുക്കുന്ന 5ാമത്തെ രാജ്യമാണ് UAE. ഒപ്പം അണുനശീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ 5 വരെ ദീർഘിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ RTA, അതായത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയ പുനഃക്രമീകരണം ദീർഘിപ്പിച്ചു. അണുനശീകരണ പ്രവർത്തന സമയമായ രാത്രി 8 മുതൽ രാവിലെ 6 വരെ പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കില്ല. രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ് പ്രവർത്തനം. ഇതിനു പുറമെ ഏപ്രിൽ 30 വരെ അബ്ര, ഫെറി, വാട്ടർ ടാക്സി എന്നിവ പ്രവർത്തിക്കില്ലെന്നും അറിയിച്ചു. റെഡ് ലൈനിൽ മെട്രോയുടെ അവസാന ട്രെയിൻ റാഷ്ദിയാർ സ്റ്റേഷനിൽ നിന്ന് UAE എക്സ്ചേഞ്ച് സ്റ്റേഷനിലേക്ക് വൈകിട്ട് 6:02 പുറപ്പെടും. UAE എക്സ്ചേഞ്ച് സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനും 6:02 പുറപ്പെടും. ഇത്തിസല സ്റ്റേഷനിലേക്കുള്ള അവസാന ട്രെയിൻ 6:13 പുറപ്പെടുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.